ഋഷി സുനക് ഇന്ത്യക്കാരനോ ബ്രിട്ടീഷുകാരനോ, ഇരയോ വേട്ടക്കാരനോ? സോമാലിയയിലെ പട്ടിണി മരണവും ഭൂമിയുടെ പ്രതിസന്ധിയും തമ്മിൽ എന്ത്? കെജ്രിവാളിന്റെ നോട്ട് പരിഷ്കാരം, ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രീതി. സ്വാഗതം, ഇത് മീഡിയ സ്കാൻ. ഷിയും ഋഷിയും, പോയ വാരത്തിലെ വാർത്താ താരങ്ങൾ, രണ്ട് ഭരണത്തലവന്മാർ. ചൈനയിൽ ഷീ ജിൻപിങ് മൂന്നാമതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിയായി. മാവോയ്ക്ക് ശേഷം മൂന്നാം വട്ടം ചൈന പ്രസിഡന്റ് ആകുന്ന ആദ്യ നേതാവ്, ചൈനയുടെ സർവാധികാരി, വിയോജിപ്പുകൾക്ക് ഇടമില്ലാത്ത ചൈനീസ് രാഷ്ട്രീയത്തിലെ അനിഷേധ്യ നേതാവ്, പരമോന്നത നേതാവ്, വനിതകളില്ലാത്ത പോളിറ്റ് ബ്യൂറോ. ജനാധിപത്യം ചൈനയിലോ? അതങ്ങ് പടിഞ്ഞാറല്ലേ എന്ന് പറയാൻ വരട്ടെ. ബ്രിട്ടനിൽ ഋഷി സുനാക് പ്രധാനമന്ത്രിയായത് ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ടല്ല. പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയിരുന്നു. പാർട്ടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ആര് എന്ന് മാറി മാറി പരീക്ഷിക്കുന്നത്, ജനങ്ങളല്ല. We're apparently a democracy, right? We have an unelected king and an unelected prime minister, but apparently this is a democracy. And by the way, we also lock journalists up in Belmarsh prison. So very democratic process, you can see, right? പത്രപ്രവർത്തകൻ റിച്ചർഡ് മെഡ്ഹേഴ്സ്റ്റ് പറയും പോലെ, ബ്രിട്ടനിൽ രാജാവിനെയോ പ്രധാനമന്ത്രിയെയോ ജനങ്ങളല്ല തെരഞ്ഞെടുത്തത്. എന്നിട്ടും ബ്രിട്ടൻ ജനാധിപത്യ രാഷ്ട്രമാണത്രേ. ഋഷി വെള്ളക്കാരനല്ലാത്ത ആദ്യ പ്രധാനമന്ത്രി എന്നതിലാണ് പത്രങ്ങളുടെ ഊന്നൽ. Look at these headlines, man. This is from The Guardian. Rishi Sunak to become first British Prime Minister of color and also the first Hindu at number 10. Here's from the LA Times. Rishi Sunak to be Britain's new Prime Minister, the first person of color in the role. And back to the New York Times, Rishi Sunak will make history as the first person of color to be Britain's Prime Minister. ഇന്ത്യൻ വംശജനായ ആദ്യ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഇന്ത്യൻ വംശജൻ, ശതകോടീശ്വരൻ. വിവിധ രാജ്യങ്ങളിലെ പത്രങ്ങൾ മുൻ പ്രധാനമന്ത്രി ലിസ് ട്രസിനേക്കാൾ ഋഷി സുനാക്കിനെ ആഘോഷിച്ചത് വെള്ളക്കാരനല്ലാത്തയാൾ എന്ന സവിശേഷത ഓർത്താണ്. ബ്രിട്ടന്റെ പ്രതിസന്ധി കാലത്താണ് പണ്ടത്തെ വെള്ളക്കാരന്റെ ഭാരം ഇപ്പോൾ പുറം ജാതിക്കാരന്റെ ചുമലിൽ വീഴുന്നത്. ചൈന ഡെയിലി പോലും ഷീക്കൊപ്പം ഋഷിയെയും പൊലിപ്പിച്ചു. മറ്റൊരു പ്രത്യേകത, ബ്രിട്ടനിൽ എത്ര വേഗത്തിൽ പ്രധാനമന്ത്രിമാർ മാറുന്നു എന്നതാണ്. വരുന്നവരൊക്കെ സ്ഥിതി കൂടുതൽ വഷളാക്കി രംഗമിടുകയാണല്ലോ. 2010 മുതൽ അര ഡസൻ പ്രധാനമന്ത്രിമാർ. 7 ആഴ്ചക്കിടെ ഇത് മൂന്നാമത്തെ പ്രധാനമന്ത്രി. നിത്യചര്യ, രാവിലെ പാറാവുമാറ്റം, വൈകുന്നേരം പ്രധാനമന്ത്രി മാറ്റം. ഇന്നത്തെ മെനു അല്ല, ഇന്നത്തെ പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി വസതിയിലെ പൂച്ചയ്ക്ക് വരെ പരാതി, ഒരു നല്ല പണിക്കാരനെ കിട്ടാനില്ലല്ലോ. കാര്യത്തിന് മാത്രമല്ല, തമാശയ്ക്കും നല്ല വക നൽകുന്നു ഋഷിയുടെ വരവ്. ഡെയിലി ഷോ എന്ന അമേരിക്കൻ ഹാസ്യ പരിപാടിയിൽ ട്രെവർ നോവ പറയുന്നു, കഴിവുള്ളയാളായതുകൊണ്ട് ഈ 42കാരൻ 42.5 വയസ്സ് വരെ സ്ഥാനം നിലനിർത്തിയേക്കും എന്ന്. That's right. The UK's new Prime Minister is former Finance Minister Rishi Sunak, and he's Indian, he's Hindu, and he's only 42 years old, which means he will probably serve well into his 42 and a halves. Easily. ഡെയിലി സ്റ്റാർ പത്രം ഒരു പ്രധാനമന്ത്രി കലണ്ടർ അവതരിപ്പിച്ചു. ഒക്ടോബറിൽ ഋഷി സുനാക്, നവംബറിൽ ആരെന്ന് അന്ന് പറയാം. പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടനെ ഋഷി സുനാക് സ്ഥാനമൊഴിഞ്ഞ പ്രധാനമന്ത്രി ലിസ് ട്രസിന് അഭിവാദ്യമർപ്പിച്ചു. I'd like to pay tribute to Liz Truss for her dedicated public service to the country. She has led with dignity and grace through a time of great change and under exceptionally difficult circumstances, both at home and abroad. I am humbled and honoured to have the support of my parliamentary colleagues and to be elected as leader of the Conservative and Unionist Party. സൺഡേ ടൈംസ് പത്രം ഇതും ഒരു ആനിമേഷൻ കാർട്ടൂണാക്കി. I'd like to pay tribute to Liz Truss for her dedicated public service to the country. I am humbled and honoured to have the support of my exceptionally difficult colleagues and to be elected as leader of the Conservative and Unionist country. I will serve you with the greatest privilege and humility, and I will work day in, day out to deliver for the British people. We will deliver, we will deliver, we will deliver. I tried. ബ്രിട്ടീഷ് ഹാസ്യം എന്നും നേതാക്കളെ ഉന്നം വെക്കാറുണ്ട്. ഋഷി സുനക് നേതൃത്വത്തിലേക്ക് വന്നു തുടങ്ങിയപ്പോഴേ സ്പീറ്റിംഗ് ഇമേജ് എന്ന പ്രസിദ്ധ പപ്പറ്റ് ഷോയിൽ അദ്ദേഹം കഥാപാത്രമായി.
സർക്കാർ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കുന്ന ജോലി ബോറിസ് ജോൺസൺ ധനമന്ത്രിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചുമലിലിട്ടു. There once was a brave little fellow who wanted to help everyone, but some nasty people got hold of him. What's going on? Sorry, old thing. See, you've been spending an awful lot of cash lately, and now, well, there have to be cuts. But the Prime Minister and I can't be the ones to do it. Very unpopular to make cuts. I'm afraid it has to be you, old chap. So we've made a few modifications. Back to work, Rishi Scissorhands. At first, everyone loved him, Look, I'm cutting red tape. and no one seemed to mind that the red tape mountain had actually got bigger. But then, everyone hated him. I'm sorry, kids. I didn't want to cut your food. And now, the Chancellor Rishi Sunak will deliver his autumn budget. Massive debt, prices soaring. I'd like to see how he gets out of this one. Thank you, Mr. Speaker. I'm too dishy for this case. Just check my dishy face. They call me dishy rich. അതിസമ്പന്നരാണ് ഋഷി കുടുംബം. ഇൻഫോസിസ് കമ്പനി സ്ഥാപകൻ നാരായണമൂർത്തിയുടെ മകളാണ് ഋഷിയുടെ ഭാര്യ. സമ്പത്ത് നോക്കിയാൽ ഇവർ രാജാവിനെ കടത്തിവെട്ടും. ഇതാ സ്റ്റീവ് വെല്ലിന്റെ പേരെടുത്ത കാർട്ടൂൺ. രാജാവ് ഋഷിയോട് പറയുന്നു, എന്റെ അമ്മയേക്കാൾ ധനികയാണല്ലോ നിങ്ങളുടെ ഭാര്യ. രാജാവും മന്ത്രിയുമെല്ലാം കുപ്പത്തൊട്ടിയിലാണ് എന്നതും ശ്രദ്ധിക്കുക. ബ്രിട്ടീഷുകാർക്കുള്ളതിനേക്കാൾ ഇന്ത്യക്കാർക്കാണ് ഋഷിയോട് പ്രിയമെന്ന് തോന്നുന്നു. ഇന്ത്യയുടെ മരുമകൻ, ജനനം ഇംഗ്ലണ്ടിലെ സതാംപ്ടണിൽ, അച്ഛൻ കെനിയക്കാരൻ, അമ്മ ടാൻസനിയക്കാരി, മുത്തച്ഛൻ ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഗുജറൻവാലയിൽ, ഭാര്യ ഇന്ത്യയിൽ നിന്ന്. നമുക്ക് അദ്ദേഹം ഇന്ത്യക്കാരൻ. അഭിമാനം, ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് ഭരണാധികാരി ആയതിൽ. അങ്ങവിടെ ബ്രിട്ടനിൽ ഭാരതോദയം എന്നുവരെ പത്രങ്ങൾ. പണ്ട് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് നിയമമനുസരിച്ച് ഇന്ത്യ ഭരിച്ചു. ഇന്ന് ബ്രിട്ടീഷുകാരൻ ഋഷി ബ്രിട്ടീഷ് നിയമമനുസരിച്ച് ബ്രിട്ടൻ ഭരിക്കുന്നു. ഇതെങ്ങനെ ഭാരതോദയമാകും? സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യമാണ്, ഗോഭക്തനാണ് ഋഷി എന്ന് ചിലർ, എന്നാൽ ബീഫ് വേണ്ടവർക്ക് കഴിക്കാമെന്ന് ഋഷി. ഇതും ഇവിടത്തെ ചർച്ച. എന്തൊക്കെയായാലും ഋഷിയെ സ്വന്തക്കാരനാക്കിയേ പലരും അടങ്ങൂ. ഇതാ ഒരു ട്രോൾ. ഋഷി എന്റെ അയൽക്കാരന്റെ, വലിയച്ഛന്റെ, അകന്ന ബന്ധുവിന്റെ, ചങ്ങാതിയുടെ, ഭാര്യയുടെ, ചികിത്സകന്റെ, ഓഹരി കച്ചവടക്കാരന്റെ അളിയനാണല്ലോ എന്ന്. സന്തോഷം. ഇതിലെ വൈരുദ്ധ്യമാണ് കുറെ ചർച്ചകളുടെ വിഷയം. ഒരു വൈരുദ്ധ്യം ഇങ്ങനെ: അവിഭക്ത ഇന്ത്യയിൽ നിന്ന് കെനിയയിലേക്ക് പോയ മുത്തച്ഛന്റെ പേരിൽ ഋഷി സുനാക് ഇന്ത്യക്കാരനാകുന്നു. 1935 മുൻപ് ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്ന് ഏതാനും കിലോമീറ്റർ കുടിയേറി വന്നവരാണ് ഞങ്ങളുടെ മുത്തച്ഛന്മാർ. എന്നിട്ടും ഞങ്ങളെ ബംഗ്ലാദേശികളാക്കുന്നു. സോണിയാഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായാൽ വിധവയെപ്പോലെ ജീവിക്കുമെന്ന് ശപഥം ചെയ്തിരുന്നു അന്തരിച്ച BJP നേതാവ് സുഷമ സ്വരാജ്. श्रीमती सोनिया गांधी को प्रधानमंत्री पद की शपथ दिलाई जाती है तो उधर उनकी शपथ होगी और इधर मेरा त्याग पत्र होगा, और ये लड़ाई मैं एक भिक्षुणी के तौर पर लड़ूंगी, जिसमें मैं रंगीन वस्त्र उतारकर केवल श्वेत वस्त्र धारण करूंगी, सफेद साड़ी धारण करूंगी, अपने केश कटा दूंगी, जमीन पर सोऊंगी और भुने चने खाऊंगी. ये मेरा कठोर व्रत है. ഇന്ത്യൻ പൗരത്വമാണ് സോണിയക്ക്. അന്ന് സുഷമയുടെ അസഹിഷ്ണുതയിൽ ആവേശം കൊണ്ടവരാണ് ഇന്ന് ഇന്ത്യൻ പാസ്പോർട്ട് പോലും ഇല്ലാത്ത ഋഷിയെ ഇന്ത്യക്കാരനാക്കുന്നത്. ഏതായാലും ഇന്ത്യയിലെ കടുത്ത സങ്കുചിതത്വം ചർച്ചാ വിഷയമാക്കാൻ ഇത് സന്ദർഭം ഒരുക്കിയിരിക്കുന്നു. ഇന്ത്യക്ക് മുൻപ് പരിചയമില്ലാതിരുന്ന വംശീയ വിഷവും ചർച്ചയാണ്. ബഹുസ്വരതയെ മാനിച്ചിരുന്ന ഇന്ത്യയെപ്പറ്റി, ഇന്ത്യക്ക് അതിന്റെ നന്മ എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നതിനെപ്പറ്റി, അന്യരിൽ നാം പുകഴ്ത്തുന്ന നന്മ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതെന്ത്? ലണ്ടനിൽ പ്രധാനമന്ത്രി ഹിന്ദു, മേയർ മുസ്ലിം, രാജാവ് ക്രിസ്ത്യാനി. ഇന്ത്യയിൽ പൌരത്വം പോലും വംശീയമായി ചുരുക്കപ്പെടുന്നു. ഭരണരംഗത്ത് പ്രാതിനിധ്യവും ബഹുസ്വരതയും തകർക്കപ്പെടുന്നു. ഈ അവസ്ഥ പൊതുസംവാദത്തിന് വിഷയമാകാൻ ഋഷി സുനാക് നിമിത്തമായിട്ടുണ്ട്. വെള്ളക്കാരനോ ക്രിസ്ത്യാനിയോ അല്ലാത്ത ഒരാൾ ബ്രിട്ടന്റെ ഭരണാധികാരി ആയത് ആ രാജ്യത്തിന് മഹത്വമായി കൊണ്ടാടപ്പെടുകയാണ്. അതേസമയം പാശ്ചാത്യർ അവരുടെ കൊളോണിയൽ വംശീയ ചായ്വ് ഉപേക്ഷിച്ചു എന്ന് കരുതാനും ന്യായമില്ല. ഇത് ഒരു സ്പാനിഷ് കാർട്ടൂൺ.
ഇത് ഒരു ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവിന്റെ പോസ്റ്റ്. ഋഷി പ്രധാനമന്ത്രി ആയേക്കും എന്ന് കേട്ടപ്പോഴേ അദ്ദേഹത്തിനെതിരെ വംശീയ കമന്റുകൾ വന്നു. കഴിഞ്ഞ ആഴ്ച LBC റേഡിയോ ചാനലിൽ ഋഷിയുടെ പാർട്ടിയിലെ ഒരാൾ അദ്ദേഹത്തെ വെള്ളക്കാരനല്ലാത്തതിന്റെ പേരിൽ അധിക്ഷേപിച്ചു. Well, could you imagine him going to the Scottish Nationalists and being the Prime Minister of the Scottish Nationalists? Could you imagine me becoming the Prime Minister of Pakistan or Saudi Arabia? No, these things matter. I'm sorry you don't like it, but this is predominantly, we're talking about England, right? 85% of the English people, yes, are white English people, and they want to see a Prime Minister that reflects them. 85% ജനങ്ങളും വെള്ളക്കാരാണ്, ഭരിക്കുന്നവർ അവരെപ്പോലെയാകണം എന്ന്. ട്രെവർ നോവ ഇതിന് മറുപടിയായി ചോദിക്കുന്നുണ്ട്, വെള്ളക്കാർ മറ്റുള്ളവരെ ഭരിക്കാൻ ചെല്ലുമ്പോൾ ഇത് ബാധകമല്ലേ എന്ന്. 85% of the English people, yes, are white English people, and they want to see a Prime Minister that reflects them. Yeah, this guy has a good point. Can you imagine if white English people wanted to rule countries where no one looked like them? Oh, that would never happen. Can you imagine that world? What would that world be like? പാവം വംശീയവാദികൾ. ബ്രെക്സിറ്റ് പദ്ധതി തന്നെ വെള്ളക്കാരല്ലാത്തവരെ ഒഴിവാക്കാനായിരുന്നു. 7 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് ബ്രിട്ടനെ എത്തിച്ചത് ഇന്ത്യൻ വേരുകൾ ഉള്ളയാളെ ഭരണമേൽപ്പിക്കുന്നതിലാണ്. ഋഷി സുനക് വംശവെറിയുടെ ഇരയാകുമ്പോൾ തന്നെ അദ്ദേഹം വംശീയ രാഷ്ട്രമായ ഇസ്രായേലിന്റെ വംശവെറിക്ക് അരുനിൽക്കുന്നു എന്നതും വൈരുദ്ധ്യമാണ്. ഇസ്രായേലിനോട് കൂറുകാട്ടാതെ ബ്രിട്ടനിൽ പ്രധാനമന്ത്രിയാകാനാവില്ല എന്നതാണ് അവസ്ഥ. ആളുകൾ മാറാം, വംശീയ നയങ്ങൾ മാറില്ല, മാറ്റാനാവില്ല. ഋഷിയും പ്രശ്നത്തിന്റെ ഭാഗമാണ്. ജെറൂസലമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനമാക്കണം എന്ന നിലപാടാണ് അദ്ദേഹത്തിന്. ഇൻഫോസിസിന്റെ ബിസിനസിനും ഇസ്രായേൽ ബന്ധം അത്യാവശ്യം. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഋഷി സുനാക് ജെറൂസലമിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെ: the basic fact that Jerusalem is Israel's capital. Yes, look, I mean, to me, it's undisputed to be the historic capital. Clearly there's a very strong case for it to be recognised, and the point I was making then, as I would make now, is I'm very open to looking at that, right? Well, and all I was saying is, having not been Foreign Secretary, there must be some sensitivities involved, because if it was that easy, it would have been done by now. And I just, before saying, yes, it can be done overnight, I'd like to get in there and understand the reasons why it's proved difficult. But prima facie, it seems to me that there is a very strong case to do it, to recognise what is a historic and practical step, that is what it is. And you talked before about our American allies. Again, this would be something where we would be acting in concert with our allies in the region and our general, one of our closest allies. So it's something I'd like to do. ഇങ്ങനെയൊക്കെ പറയാത്തവർക്ക് ഈ ജോലി കിട്ടില്ലല്ലോ എന്ന് മെഡ്ഹേഴ്സ്റ്റ്. Here we go, right? Here we go. I'll show you something. This is from 24th of October. It's from today. Rishi Sunak, Britain's latest prime minister, believes there is a very strong case for moving the Israeli embassy to Jerusalem, and those who vilify Britain should be treated as extremists. Oh man, I knew it. Like there is no way that he could get the job without supporting Israel. വംശമോ ജാതിയോ അല്ല വിഷയം, നിലപാടുകളാണ്. അത് നോക്കുമ്പോൾ ഋഷി സുനാക് പരാജയപ്പെട്ട പരീക്ഷണങ്ങളുടെ ഭാഗം തന്നെയാണ്. ഈ സ്ഥാനലബ്ധി കൊള്ളാം, പക്ഷേ വംശീയത അവസാനിച്ചിട്ടൊന്നുമില്ല എന്ന് മെഹദി ഹസൻ. 42-year-old right-wing pro-Brexit conservative Rishi Sunak is set to become the youngest British Prime Minister this century. He'll also be the first PM of colour, the first of South Asian descent, and the first Hindu to hold a position. In terms of diversity and representation, this is a big moment for the UK, especially considering the British Empire's tortured colonial history with India in particular. But no, this is not a post-racial moment for the UK, just as sadly the election of Barack Obama was not a post-racial moment for him. പണക്കാരന്റെ തത്വശാസ്ത്രം മാത്രം അറിയുന്ന ഋഷിക്ക് ബ്രിട്ടന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമോ എന്നും സംശയമാണ്. I wonder, is this someone, put aside the racial debate, the immigrant debate, the diversity debate, just on pure economics, is this someone ordinary Britons can trust to lead them out of this current economic crisis? I don't think so. അതെ, തൊലിയുടെ നിറം നോക്കിയാൽ ബ്രിട്ടൻ പുതിയ ചരിത്രം രചിച്ചു എന്ന് പറയാം. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ ചരിത്രം മാറുന്നില്ല, മാറ്റമില്ലാതെ തുടരുകയാണ്.